Hi friends, welcome to Garam Masala, the magic spices of cooking. പുളിശ്ശേരി. ഓണസദ്യയുടെ ഒരു പ്രധാന വിഭവമായ പുളിശ്ശേരി നമുക്കിന്ന് ഉണ്ടാക്കാം. ഇതിനു വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. മോര് അല്ലെങ്കിൽ തൈര് 1 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ്. അരപ്പിന് വേണ്ട ചേരുവകൾ തേങ്ങ 1 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, പച്ചമുളക് 4 എണ്ണം, വെളുത്തുള്ളി 2 എണ്ണം. വറവിന് വേണ്ട ചേരുവകൾ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില, ചെറിയുള്ളി 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തെടുത്തത്, വറ്റൽമുളക്, ഉലുവ 1/2 ടീസ്പൂൺ. ആദ്യം നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഒരൽപ്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. കറിവേപ്പിലയും ചെറുതായി മുറിച്ചു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി മൂത്ത് വരുന്നത് വരെ നമുക്കിത് ഇളക്കണം. ഇനി ഇതിലോട്ട് വറ്റൽമുളക് ചേർക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ഒഴിക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ അരപ്പ് നല്ല തിക്കാണ്. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മോരോ അല്ലെങ്കിൽ തൈരോ ഒഴിക്കുമ്പോൾ ഇത് ലൂസായി വരും. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലോട്ട് അടിച്ചു വെച്ചിട്ടുള്ള മോരോ അല്ലെങ്കിൽ തൈരോ ഇതിലോട്ട് ഒഴിക്കാം. ഏകദേശം 1 കപ്പ് തൈരാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പുളിയോട് കൂടിയ തൈരാണ് ഇതിന് വേണ്ടത്. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 10 മിനിറ്റോളം ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പുളിശ്ശേരി തിളക്കാൻ പാടില്ല. നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഏകദേശം 5 മുതൽ 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.